വടക്കുന്നാഥനാണ് ഈ പൂരത്തിൻ്റെ കർമ്മസാക്ഷി. എല്ലാം നടക്കുന്നത് ഈ വടക്കുന്നാഥൻ്റെ മുന്നിലാണ്. അപ്പോൾ വടക്കുന്നാഥനിൽ വരുമ്പോൾ ആദ്യം തുടങ്ങേണ്ടത് ഈ ശ്രീമൂല സ്ഥാനത്തു നിന്നാണ്. ശ്രീമൂലസ്ഥാനത്ത് നിന്ന് കടന്നാൽ നേരെ ചെല്ലുന്നത് മതിൽക്കെട്ടിനുള്ളിലെ എലഞ്ഞിച്ചോട്ടിലേക്കാണ്. അവിടെ കലിയെ തൊഴുത ശേഷമാണ് എലഞ്ഞിയുടെ ചോട്ടിലൂടെ പ്രദക്ഷിണം തുടങ്ങുന്നത്. കാണുന്നത് അർജുന വിൽക്കുഴിയാണ്. കിരാതമൂർത്തി വില്ലുകുത്തിയ സ്ഥലം എന്നാണ് സങ്കല്പം. പിന്നാലെ ഗോശാലകൃഷ്ണൻ തൊഴുതു നടക്കുമ്പോൾ വലതുവശത്ത് പെരുന്തച്ചൻ പണിത നിഴലില്ലാത്ത കൂത്തമ്പലം. ഇപ്പോഴും അങ്കുലിയാങ്കം കൂത്ത് നടക്കുന്നുണ്ട്. മുന്നോട്ട് പോയാൽ പാക്കനാർ തറയുണ്ട്. അതിനു മുമ്പ് തന്നെ ഋഷഭനെ നമസ്കരിക്കണം. ദിഗംബരനാണ് ഋഷഭൻ. ഒരു നൂല് വച്ചതിന് ശേഷമാണ് പ്രദക്ഷിണം തുടരുന്നതും വടക്കുനാഥൻ അകത്തേക്ക് കടക്കുന്നതും. വടക്കേ ഗോപുരത്തോട് ചേർന്നാണ് മേൽശാന്തിമാർ താമസിക്കുന്നത്. അവിടെ സൂര്യപുഷ്കരണിയും ചന്ദ്രപുഷ്കരണിയുണ്ട്. പരശുരാമന്റെ പ്രതിഷ്ഠയുണ്ട്. വടക്കുനാഥൻ ചവിട്ടി പുറത്താക്കിയ സിംഹോദരൻ എന്ന ഭൂതഗണമുണ്ട്. സന്താന ഗോപാലകൃഷ്ണ തറയുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ ചിദംബരനാഥന്റെയും രാമേശ്വരനാഥന്റെയും സങ്കല്പങ്ങളുണ്ട്. തെല്ലുംകുടി നടന്ന് തെക്കേ ഗോപുരനടയിലെത്തുമ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയുടെ സാന്നിധ്യമായി. തെക്കേ ഗോപുരത്തിന്റെ മുകളിൽ ഇരുന്നാണ് വടക്കുന്നാഥൻ കുമാരനെല്ലൂർ കാർത്തിയായനിയെ കാണുന്നത് എന്ന് ഒരു സങ്കല്പം കൂടി ഇവിടെ ഉണ്ട്. പ്രദക്ഷിണം തുടർന്നാൽ വ്യാസശിലയായി വർഷം മുഴുവൻ എഴുത്തിനിരിക്കുന്ന സ്ഥലമാണ് വ്യാസശില. വേട്ടക്കരുഹരനാണ്. തൊട്ടു പിന്നാലെ ശാസ്താവുണ്ട്. ഇവിടെ ഒരു സങ്കല്പമുണ്ട്, ഏതെങ്കിലും ഒരു പുല്ലെടുത്ത് തലയിൽ ചൂടിയാൽ അന്ന് മരണം ഉണ്ടാവില്ല. മുന്നോട്ട് പോയാൽ വീണ്ടും നാഗദൈവങ്ങളായി. ശങ്കരാചാര്യരെ ജനിക്കാൻ വടക്കുനാഥൻ അനുഗ്രഹിച്ചു എന്ന് പറയുന്ന സ്ഥലമാണിത്. ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠയുണ്ട്. 3 ബലിക്കല്ലുകളാണ് ഇവിടെ ഉള്ളത്. പണ്ട് ആനപ്പുറത്തായിരുന്നു ശ്രീഭൂതബലി. 64 ഏക്കർ സ്ഥലമാണ് വടക്കുനാഥൻ. 14 ഏക്കർ മതിലിനുള്ളില്, ബാക്കി പുറത്ത് തേക്കുംകാട്ടില്. നഗരത്തിന്റെ നടുവിൽ ഒരു കുന്നിൻ മുകളിൽ ഔഷധ സസ്യങ്ങളും ഒരുപാട് മരങ്ങളും ഒക്കെയായി അതിന് നടുവിൽ എക്കാലത്തും പച്ച പുതച്ച് നിൽക്കുകയാണ് വടക്കുന്നാഥൻ. ഈ പൂരത്തിന്റെ കർമ്മസാക്ഷി കാണേണ്ട പൂരാണ്.